എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ചൊന്ന് വെളുത്തതിന് ശേഷം മാത്രം വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ച്. അതിപ്പോൾ എന്തോ മകരസംക്രമം കഴിഞ്ഞാൽ മാത്രമേ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുള്ളൂ എന്നൊക്കെയാണ് ഇപ്പം ഞാൻ തിരക്കിപ്പോൾ അറിയാനായിട്ട് പറ്റിയത്. എനിക്കത് എത്രത്തോളം ശരിയാണെന്ന്, ഞാൻ പറയണ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനി അത് കഴിയുമ്പോൾ മാത്രം ഉദയത്തിലേക്ക് ഒരുപാട് വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6:15 വരെ നല്ല കുറ്റി ഇരുട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വെട്ടം വീഴട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. തൂത്തുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇനി വിളക്കൊക്കെ തേച്ച് വെക്കണം. പിന്നെ ഞാൻ ഇരുട്ടത്താണ് തൂത്തൊക്കെ വാരിയത്. അപ്പോഴേക്ക് അതെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തൂത്തുവാരിയത്. ഇനി അതിനെല്ലാം അവിടെ നിന്ന് ചവറുകോരിയിൽ കോരിക്കൊണ്ട് കത്തിക്കാനായിട്ടൊക്കെ ഇടണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് തൂക്കാനായിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് കുറച്ച് വെട്ടം കുറവാണ്. അപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. ഇരുട്ടത്തൊക്കെ നമ്മൾ തൂക്കണ സമയത്ത് അറിയാൻ പറ്റില്ലല്ലോ എവിടെ നിന്നാണ് പണികൾ കിട്ടണതെന്ന്. അതുകൊണ്ട് മാത്രം അവിടേക്ക് ഒന്ന് നല്ല വെട്ടമൊക്കെ വെച്ചിട്ടാണ് തൂക്കണത്. എന്നാലും ഒന്ന് ഓടിച്ചൊക്കെ തൂത്തുവാരി അങ്ങ് ഇടയുള്ളൂ. വെട്ടം വീണതിന് ശേഷം മാത്രം ചെയ്യാമെന്ന് വിചാരിച്ച് ഇനിതാ ആ സംഭവങ്ങളൊക്കെ കൊണ്ട് അവിടെ ഇനി കത്തിക്കാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം ഒന്ന് ചാണക വെള്ളമൊക്കെ തളിക്കണം. അതിനായിട്ട് ചാണകം എടുത്ത് വെച്ച്, ചാണകം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശമൊക്കെ തീരാറായി. അപ്പോൾ ഇനി വീണ്ടും ആൻറ്റി ഒന്ന് വിളിക്കണം ചാണകം കൊണ്ട് തരാനായിട്ട്. അപ്പോൾ അതിനെ ഇനി കുറച്ച് വെള്ളത്തിൽ കലക്കി അവിടെ എല്ലാം അവിടെ ഒന്ന് തളിക്കണം. നമ്മുടെ രീതി അനുസരിച്ചിട്ട് നമുക്ക് ഈ ചാണക വെള്ളം തളിക്കുന്നത് ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പണ്ട് കാലം മുതൽ ചെയ്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇപ്പോഴും പെട്ടെന്ന് പൊട്ടി മുളച്ച കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേയൊക്കെ എല്ലാ ദിവസവും ചാണകവെള്ളം തളിക്കുമായിരുന്നു. ഇപ്പം ചാണകം കിട്ടുന്നതിനുള്ള ആ ഒരു എന്ത് പറയാനായിട്ട് ചാണകം കിട്ടാനില്ലാത്തത് കൊണ്ട് ചൊവ്വയും വെള്ളിയായിട്ടൊക്കെ അതങ്ങ് ഒതുക്കിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലും ചാണകവെള്ളമൊക്കെ തളിക്കാറുണ്ട്. അപ്പോൾ ശനിയാഴ്ചയും നമ്മൾ കുറച്ച് വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കരുതണത്. അതുകൊണ്ട് മാത്രം എല്ലായിടവും ചാണകമൊക്കെ ഒന്ന് തളിച്ചിടാമെന്ന് വിചാരിച്ച് നമ്മൾ ഈ ചാണകമൊക്കെ തളിച്ച് ശുദ്ധി വരുത്തുന്ന സമയത്ത് നമ്മുടെ മുൻവശത്തെ റോഡും അല്ലെങ്കിൽ മുൻവശത്തെ എന്തെങ്കിലും റോഡോ വഴിയോ എന്തായിരുന്നാലും അവിടെയും കൂടെയൊക്കെ ഒന്ന് തളിക്കണം. നമുക്ക് ഐശ്വര്യമൊക്കെ വരണത് അതുവഴിയല്ലേ. പിന്നെ ബാക്കി വരണത് ഇതേപോലെ മുളകിൻ്റെ മൂട്ടിലോ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്, അതിൻ്റെ എന്തെങ്കിലും ചോട്ടിലങ്ങ് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു പണി കിട്ടിയത് ചാണകം വെള്ളമൊക്കെ കുടഞ്ഞ സമയത്ത് എൻ്റെ ദേഹത്തോട്ട് കുറച്ച് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും പോയി ആ ഡ്രസ്സൊക്കെ മാറി ഒന്നും കൂടെ മേലൊക്കെ കഴുകിയതിന് ശേഷമാണ് വീണ്ടും വിളക്ക് തേക്കാനായിട്ടൊക്കെ ഇറങ്ങിയത്. പിന്നെ ഇതാ ഇന്ന് നീലാഞ്ജന വിളക്ക് കത്തിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു തേങ്ങ തലേ ദിവസമേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങ അധികം എടുക്കാറില്ല, കാരണം നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കണതല്ലേ. അപ്പോൾ തലേ ദിവസം തന്നെ ഒരു തേങ്ങ വാങ്ങിച്ച് വിളക്കിൻ്റെ മുമ്പ് കൊണ്ട് വെച്ചിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലെ ഒന്ന് തേങ്ങ പൊട്ടിച്ച് അതിലെ തേങ്ങാ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കമിഴ്ത്തി വെച്ചിരിക്കണം. അപ്പോഴേക്ക് നന്നായിട്ട് വെള്ളം അത്രയും അതിൽ നിന്ന് വാർന്നങ്ങ് പോവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും സൗകര്യമാണ് തേങ്ങ പൊട്ടിച്ച് അതിനൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് പൂക്കളൊക്കെ പറിച്ച് വിളക്കൊരുക്കണ ആ ഒരു കുറച്ച് സമയം മതിയല്ലോ. ആ സമയം കൊണ്ട് കുറച്ച് വെള്ളം അങ്ങ് വാർന്നു പൊയ്ക്കോളും. ബാക്കിയുള്ളത് മാത്രം ഒന്ന് തുടച്ചൊക്കെ എടുത്താൽ മതി. അങ്ങനെ ഇതാ വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ വിളക്കിലെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് പിന്നെ ഇതാ നമ്മുടെ ആ തേങ്ങാമുറിയും അതിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ എള്ള് കിഴികെട്ടിയത് അതിലിട്ട് കൊടുക്കണം. നമ്മൾ വൃത്തിയുള്ള ഒരു മുണ്ട് ഉപയോഗിച്ച മുണ്ടായാലും പ്രശ്നമില്ല, അത് അലക്കി തേച്ച് വൃത്തിയുള്ള മുണ്ടായിരുന്നാൽ മതി. ഇപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു മുണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ചെറിയതായിട്ട് മതി, ഒരുപാടാണെങ്കിൽ പിന്നെ ഒരുപാട് സമയം അത് നിന്ന് കത്തും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് എള്ളും കൂടെ ഇട്ട് അതിനെ കിഴികെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എപ്പോഴും വിളക്ക് കത്തിക്കുന്ന സമയത്തായിരുന്നാലും വിളക്ക് കത്തിക്കാനുള്ള എണ്ണ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിളക്കെണ്ണ എന്ന് പറഞ്ഞ് കിട്ടാറുണ്ട്, അത് ഒട്ടും നല്ലതല്ല. വിളക്കെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്തിൻ്റെ എണ്ണയാണെന്ന് കടക്കാർക്ക് പോലും അറിയില്ല. അത് അത്ര ശുദ്ധിയുള്ള എണ്ണയൊന്നും അല്ല. വില കുറഞ്ഞ് കിട്ടണത് കൊണ്ട് ആൾക്കാർ, ഞങ്ങൾ മുന്നേ അത് വാങ്ങിയായിരുന്നു വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഒരു കോവിലിൽ പോയിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആ എണ്ണ വാങ്ങാത്തത്. അത് ഒട്ടും വിളക്ക് കത്തിക്കാനായിട്ട് ഒട്ടും നല്ല എണ്ണയല്ല അത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണയായിരുന്നാലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയണത്. എപ്പോഴും വിളക്ക് കത്തിക്കാനായിട്ട് നല്ലെണ്ണയാണ് നല്ലത്. അതിൻ്റെ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്കെന്ന് പറയുമ്പോൾ ആ ഒരു വെങ്കലോ ആ ഒരു ഇതല്ലേ, മെറ്റലല്ലേ,
അപ്പോൾ അതിലേക്ക് നല്ലെണ്ണയും കൂടെ ചേർന്നിട്ട് അതിൽ നിന്ന് വരണ നമ്മൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുമ്പോഴേക്ക് അതിൽ നിന്ന് വരണ ആ ഒരു പുകയൊക്കെ ശ്വസിക്കുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ലങ്സിനൊക്കെ നല്ലതെന്നാണ് പറയണത്. ഞാൻ പറയണ കാര്യങ്ങൾ കേട്ടറിവാണ്, അതിൽ എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഇനി ഒരു 18 അല്ലെങ്കിൽ ഒരു 27 എരിക്കുമ്പൂ പറിച്ചിട്ട് വിളക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതേപോലെ 18ഓ 27ഓ എണ്ണം എരിക്കുമ്പൂവ് വിളക്കിൻ്റെ മുന്നിൽ വെക്കുന്നത് നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ എന്താ ഇനി കോവിലിൽ കൊണ്ടുപോകാനായിട്ട് എരിക്കുമ്പൂ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഒരു ആവണക്കിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അതിലാണ് എരിക്കുമ്പൂ പറിച്ച് വെച്ചത്. ഇപ്പോൾ ചേട്ടനും കേശുവും കൂടി ഇനി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ടാണ് ആ പൂക്കളെല്ലാം പറിച്ച് വെച്ചത്. പിന്നെ ഇനി വീട്ടിലത്തേക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമുണ്ട്. കേശു രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എന്തോ ആകപ്പാടെ കോള് മാറി നിൽക്കുകയാണ്. അമ്പലത്തിൽ പോകണം, എന്നാൽ അവൻ്റെ അച്ഛനെ കുളിക്കാനും ഒന്നിനും വിടണില്ല. ആകപ്പാടെ ഒരു കോള് മാറ്റം. തലേ ദിവസം രാത്രി നാളെ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴേക്ക് അച്ഛൻ ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാതിരിക്കാനും പറ്റൂല. പിന്നെ മോൻ്റെ ഒന്ന് മൂടൊക്കെ മാറ്റാനായിട്ട് ഞാനിങ്ങനെ കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. കുറേ നേരം അവിടേക്ക് നിന്നിട്ട് വീണ്ടും ആൾ കയറി ഓടി അങ്ങ് അച്ഛൻ്റെ അടുത്ത് പോയി. പിന്നെ വീണ്ടും ഒരു തരത്തിൽ പിടിച്ച് വെളിയിലൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൂപ്പൻ താടി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൂപ്പൻ താടിയെല്ലാം പറന്നൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാലൻസ് കുറച്ച് അവിടെ ആയിട്ട് നിൽക്കണതേ ഉള്ളൂ. അതിങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങുമ്പോഴേക്ക് ഒരുപാട് കായങ്ങ് ഒരുമിച്ച് പൊട്ടിയിട്ട് മൊത്തം അപ്പൂപ്പൻ താടിയായിരിക്കും. അത് കഴിയുമ്പോഴേക്ക് ഒരുമിച്ച് അങ്ങ് തീരുകയും ചെയ്യും. അപ്പോൾ അതാ രണ്ടാളും കുളിക്കാനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അച്ഛൻ കുളിപ്പിച്ചാൽ മതി, ഇന്നെല്ലാം അച്ഛൻ ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് കേശു നിൽക്കുന്നത്. കാരണം മോനറിയാം ഇന്ന് രാവിലെ അച്ഛൻ പോവും. ഇനി എങ്ങാനും എന്നെ കൊണ്ട് പോവാതെ എങ്ങാനും പോയാലോ അമ്പലത്തിൽ, ആ ഒരു ടെൻഷനായിരിക്കും ആളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണത്. അമ്മ ഇവിടെ ദാ പഴം പുഴുങ്ങാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പുഴുങ്ങിയ പഴം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 2-3 ദിവസമുണ്ട് പഴം ഇങ്ങനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല ചേട്ടനും ഇപ്പോൾ രാവിലെ ഇതൊക്കെ മതിയെന്നൊക്കെയുള്ള ഒരു നിർബന്ധത്തിലൊക്കെ നിൽക്കുകയാണ്. ഒരുപാട് ഫുഡൊന്നും കഴിക്കണില്ല, ഒരുപാടൊക്കെ ശ്രദ്ധിച്ച് പോയാൽ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളും ഭയങ്കര ഡയറ്റൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് പിന്നെ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പഴം ആവിക്കുന്ന സമയത്ത് പഴുത്ത പഴം പാടില്ല. നമ്മൾ കടയിലൊക്കെ കൊണ്ട് അവർ കൊല എടുത്തുകൊണ്ട് വന്ന് കെട്ടില്ല, പിറ്റേന്നൊക്കെ ആ പഴം പഴുക്കോളെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ട് വയ്ക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള പഴമാണ് വാങ്ങേണ്ടത്. അതാകുമ്പോഴാണ് നല്ല രസമുള്ളത്. അവിച്ചാൽ നന്നായിട്ടിരിക്കും. നമ്മൾ പഴുത്ത പഴമാണെങ്കിൽ അത്ര ഒരുമാതിരി ആയിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് കാണില്ല. അങ്ങനെ അച്ഛനും മോനും ഒക്കെ കുളിച്ചൊരുങ്ങിതാ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. അച്ഛനും മുണ്ടുടുക്കണ കണ്ടപ്പോഴേക്ക് എനിക്ക് മുണ്ട് മതി അമ്മയെന്ന് പറഞ്ഞു. പിന്നെ പിണക്കണ്ടെന്ന് വിചാരിച്ച് ഷർട്ടും മുണ്ടും ഒക്കെ ഫിറ്റ് ചെയ്താണ് കേശു അമ്പലത്തിലോട്ട് പോയത്. ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കണം. അമ്മ അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേ ദിവസം തേങ്ങ തിരുവി എടുത്തപ്പോഴേക്ക് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതിനെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിരുന്നുകൊണ്ട് പിറ്റേന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് അപ്പവും ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ആ ചമ്മന്തിക്കറിക്ക് കുറച്ച് എളുപ്പമായിരുന്നു. പെട്ടെന്ന് അങ്ങ് ചമ്മന്തിക്കറി അരയ്ക്കായിരുന്നു. ബാക്കി ഇന്നത്തെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ തിരുവി തേങ്ങ ഇരിക്കുന്നുണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. പകുതി ജോലി അപ്പം തന്നെ തീർന്നെന്ന് തോന്നും. അങ്ങനെ ഇനി ഒരു ചമ്മന്തിക്കറിയൊക്കെ വെക്കണം. പിന്നെ കുറച്ച് കടലക്കറി ബാലൻസ് ഇരിപ്പുണ്ട്. അതും ഇതും എല്ലാം കൂടെ ആകുമ്പോഴേക്കും പിന്നെ ദോശപ്പൊടിയുണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്. പോരെ, ഇത്രയും കാര്യങ്ങളാവുമ്പോൾ തന്നെ കാപ്പി വിഭവസമൃദ്ധമാവുമല്ലോ. പിന്നെ എന്നാൽ ആ ഒരു എല്ലാവരും പറയണത് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 8 മണിക്ക് മുന്നേ തന്നെ കാപ്പി കുടിക്കണം. അപ്പോൾ സമീകൃതമായിട്ട് നല്ല രീതിയിൽ വേണം ആഹാരം കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ, ഷുഗറൊക്കെ ഉള്ളവർ രാവിലത്തെ കാപ്പി സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അതും നല്ല രീതിയിൽ കഴിക്കണമെന്നാണ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതശൈലി അനുസരിച്ച് എല്ലാവരും തിരക്കാണ്. ആർക്കും ആഹാരം കഴിക്കാൻ പോലും സമയമില്ല. എങ്ങനെയെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ അങ്ങ് പോവുകയാണ് ചെയ്യണത്. അങ്ങനെ കാപ്പിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം ചുടണത് കഴിക്കാതിരിക്കുമ്പോൾ മാത്രം ചുട്ടാൽ മതിയല്ലോ. നേരത്തെ ചുട്ട് വെച്ചിരുന്നാൽ എന്തോ പോലെ തോന്നും.
അങ്ങനെ അമ്മ ദാ അവിടെ മരിച്ചിനെയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞപ്പോഴേക്ക് അതിൽ മൊത്തം മണ്ണിൻ്റെ ഇതൊക്കെ ആയി. അങ്ങനെ എൻ്റെ അടുത്ത് കഴുകി തരാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ എന്താ പൈപ്പിൻ്റെ മൂട്ടിലേക്ക് കൊണ്ട് ഒന്ന് മരിച്ചിനെയൊക്കെ ഫുള്ളൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. മൊത്തം മണ്ണും ചെളിയും പോലെ ആയിരുന്നു മരിച്ചിനി. അപ്പോൾ അങ്ങനെ കാണുമ്പോഴേക്കും അത് വെച്ചിട്ട് ഇങ്ങനെ കൊത്തി അരിയാനായിട്ട് തോന്നൂലല്ലോ. അങ്ങനെ ദാ അതിനെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് അമ്മയുടെ കയ്യിൽ വീണ്ടും കൊണ്ട് കൊടുത്ത് അമ്മ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വാങ്ങിയ മരിച്ചിനിയാണ്. അപ്പോൾ അത് വീണ്ടും ബാലൻസ് ഉണ്ട്. 1 കിലോ മരിച്ചിനി വാങ്ങിച്ചാൽ 2 ദിവസം കൊണ്ടാണ് വെക്കണത്. ചേട്ടൻ ചിലപ്പോൾ മിക്കവാറും മരിച്ചിനിയൊന്നും കഴിക്കില്ല. ചിലപ്പോൾ കഴിച്ചാലങ്ങ് നല്ല രീതിയിൽ കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആൾ വേണ്ടാന്ന് പറയും. അപ്പോൾ ഇവിടെ മരിച്ചിനി മീനൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് മരിച്ചിനി നല്ല വേവണ മരിച്ചിനി കണ്ടാലും എപ്പോഴും വാങ്ങും. ചക്ക ഒരു ദിവസം മാത്രമാണ് കിട്ടിയത്, പിന്നെ അങ്ങോട്ട് ചക്ക കിട്ടിയില്ല. ഇനി അങ്ങോട്ട് ചക്ക സീസൺ ആയിരുന്നാലും ചക്ക തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടെ ചമ്മന്തിക്കറിക്കുള്ള ഇതൊക്കെ അരച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനെ ഇനി കറി ആക്കി എടുക്കണം. അപ്പോൾ അതിനതാന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തിളച്ച് പോകാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി കടുകും കൂടെ താളിച്ചൊഴിക്കണം. അതുപോലെ തന്നെ കോവയ്ക്കയും ബാലൻസ് ഇരിക്കുകയായിരുന്നു. ഇവിടെ ചേട്ടന് കോവയ്ക്ക തോരൻ വെക്കുന്നതാണ് ഇഷ്ടം, അമ്മയ്ക്കാണെങ്കിൽ മെഴുക്ക് വരട്ടിയാണ് ഇഷ്ടം. അപ്പോൾ രണ്ടുപേരുടെയും ഇഷ്ടം മാനിച്ചുകൊണ്ട് പകുതി കോവയ്ക്ക എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ബാക്കി പകുതി എടുത്ത് മെഴുക്ക് വരട്ടി ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ ഒരു മെഴുക്ക് വരട്ടിയോടും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ കോവയ്ക്കയെന്നല്ല പയറായിരുന്നാലും അതുപോലെ തന്നെ വെണ്ടയ്ക്കായിരുന്നാലും എനിക്കെന്തോ അത്ര താല്പര്യമില്ല. തോരൻ വെച്ചാൽ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ദാ കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും എണ്ണ ഇതിലൊന്നും ഇപ്പോൾ ചമ്മന്തിക്കറിയിൽ ഒഴിക്കല്ലേ ചേച്ചി എന്നൊന്നും ആരും പറയില്ല. ഇത് ചമ്മന്തിക്കറിക്ക് മാത്രം ഉള്ളതല്ല, കുറച്ച് മാത്രം ചമ്മന്തിക്കറിയിൽ ഒഴിച്ചിട്ട് ബാക്കി ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കിടക്കുകയല്ലേ, അതിലത്തേക്ക് അങ്ങ് വെച്ചിരിക്കാമെന്ന് വിചാരിച്ച്. ഇനി മരിച്ചിനി വെക്കണം. അപ്പോൾ അത് മരിച്ചിനിയൊക്കെ കുറച്ച് മതി. ഇന്നിപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത്, നന്ദു അനന്തും ഒക്കെ ഉണ്ട് വീട്ടിൽ. പിന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്ക് തന്നെയാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ. അനന്തു ആണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല. നന്ദു പിന്നെ കുറച്ചൊക്കെ കഴിച്ചാലായി. വേറെ ഒന്നും കൊണ്ട് പറയണതല്ല, നമ്മളും കുഞ്ഞിലേക്ക് ഇങ്ങനെയല്ലേ, എല്ലാം കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ. പക്ഷെ ചിക്കന് അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും കയറി ഇറങ്ങി കഴിച്ചോളും. ഇങ്ങനെയുള്ളതൊക്കെയാണ് കഴിക്കാനായിട്ട് പാട്. അപ്പോൾ അമ്മ അവിടെ മരിച്ചിനെയും കൊത്തിയെരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോരനും കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ തോരനും മരിച്ചിനെയും കൂടെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇനി മീൻ മാത്രം വെച്ചാൽ മതിയല്ലോ. ഇനി ചന്തയിൽ പോകണം. അതിന് എനിക്ക് വണ്ടിയില്ല, പുള്ളിക്കാരെ വണ്ടി കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി വണ്ടി കൊണ്ട് തന്നാൽ മാത്രമേ എനിക്കിനി അതും കൊണ്ട് ചന്തയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോകാനായിട്ട് പുള്ളിക്കാരന് ഭയങ്കര മടിയാണ്. അമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്ക് ഇതാണ് ഭയങ്കര സൗകര്യം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ വണ്ടിയും കൊണ്ടാണ് പോണത്. അങ്ങനെ ഇതാ മരിച്ചിനിയൊക്കെ വെന്തല്ല നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ചാൽ മാത്രം മതി, നല്ല വേവണ മരിച്ചിനിയാണ്. അപ്പോൾ അച്ഛനും മോനും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്ന് പുള്ളിക്കാരൻ എന്താ കേശു ഇതേപോലെ നിക്കറിട്ടതിന് ശേഷം മാത്രമേ മുണ്ടുടുക്കുകയുള്ളൂ. അപ്പോൾ വന്നുടനെ മുണ്ടൊക്കെ ഊരി എറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വന്ന ഉടനെ ഇതാ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. 2 അപ്പം ചുട്ട് വെച്ചിട്ട് ഞാൻ നേരെ ഇനി ചന്തയിലോട്ട് എനിക്ക് പോകണം. സമയമായി. ഇവിടുത്തെ ചന്തയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. 9:10 ആകുമ്പോഴേക്ക് ചന്ത കൂടും. 9:20 ആകുമ്പോൾ തന്നെ ചന്ത പിരിയുകയും ചെയ്യും. കാരണം നടു റോഡിലാണ് ചന്ത. അതുമല്ല ഈ 9:10 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഓഫീസ് ടൈമും സ്കൂൾ ടൈമും എല്ലാം അല്ലേ, ഭയങ്കര തിരക്കാണ്. നമ്മളിങ്ങനെ ജീവനും കൈ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ അപ്പോഴും വണ്ടി ഇടിക്കും. ആ രീതിയിലാണ് ചന്തയുടെ ഇത്. പക്ഷേ പണ്ട് തൊട്ടേ ചന്ത കൂടണത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതല്ല ഇപ്പോൾ പുതുതായിട്ട് കൂടിയ ചന്തയൊന്നുമല്ല. ഇനി എങ്ങാനും ഇത് ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നാൽ പിന്നെ ഇനി എവിടെ പോയി മീൻ വാങ്ങുമെന്നുള്ള ഒരു ടെൻഷനാണ്. പിന്നെ ഒന്നുകിൽ അങ്ങ് മൺവിള പോകണം, അല്ലെങ്കിൽ കുളത്തൂർ പോകണം. അപ്പോൾ ഇന്ന് ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു. ചാള ഉണ്ടായിരുന്നു, പിന്നെ വേളാപ്പാര ഉണ്ടായിരുന്നു, ചൂര ഉണ്ടായിരുന്നു, കൊഞ്ചുണ്ടായിരുന്നു, നെത്തോലി ഉണ്ടായിരുന്നു, അയല ഉണ്ടായിരുന്നു, വങ്കട ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മീനും ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞാനിന്ന് വാങ്ങിയത് ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഞണ്ട് വാങ്ങി. അതുപോലെ തന്നെ ചെമ്പല്ലിയും വാങ്ങി, പിന്നെ മത്തിയും വാങ്ങി. ഇവിടെ ചേട്ടനാണെങ്കിൽ മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ 3 ആളും കൂടെ ഒരു സ്ഥലത്ത് പോണതാണ്.
ഇവിടേക്കാണ് വന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടവും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വീടാണിത്. വേറൊന്നുമല്ല, വാങ്ങിയതൊന്നുമല്ല. അച്ഛനും അമ്മയും വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് മാറാനെന്ന് പറഞ്ഞാൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന ആ വീട് അതിൻ്റെ ഓണർ കൊടുത്ത്, അപ്പോൾ അവർക്ക് അവിടെ നിന്ന് മാറണമല്ലോ. 5 വർഷം കൊണ്ട് അവരവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും. അത്രയാണ്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ആ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ തന്നെയാണ് ഇതാ ഈ ഒരു വീട്. പണ്ടേ എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീടും ഏകദേശം ഇതുപോലെയായിരുന്നു, ഓടിട്ട ആ ഒരു പഴമയുള്ള വീട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇങ്ങനത്തെ വീട് അധികം കാണാറില്ല. അപ്പോൾ അമ്മയൊക്കെ മാറണമെന്ന് പറഞ്ഞ സമയം തൊട്ട് ഞാൻ അമ്മയോടും അച്ഛനോടും പറയേണ്ടതാണ്, ഈ വീടൊന്ന് ചോദിച്ചു നോക്ക്. ഇതും അവർ റെൻറ്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്നലെ ആയപ്പോഴേക്കും അവർ മാറിപ്പോയി. അങ്ങനെ ഇന്ന് ആ വീട് നോക്കാനായിട്ട് അച്ഛനും അമ്മയൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങളും എത്തിയിട്ടുണ്ട്. നല്ലൊരു ഓടിട്ട പഴയ വീടും മുറ്റത്തൊരു കിണറും പിന്നെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. 2-3 മാവുണ്ട്, പിന്നെ ലെവലോലിക്കയുണ്ട്, അമൃതം കായുണ്ട്, പിന്നെ 1-2 വെറൈറ്റി ചെമ്പരത്തികളുണ്ട്, പാരിജാതമുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഇങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഉള്ള ഈ ഒരു വീട്, ഈ ഒരു സ്ഥലവും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതാ കണ്ടില്ലേ, കോളിംഗ് ബെല്ലെല്ലാം മണിയാണുള്ളത്. ഒരു പഴയ ഓടിട്ട വീട്. അപ്പോൾ ഇതിൽ താമസിക്കുമ്പോഴും ഇതിൻ്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ, നമ്മളിനി എത്ര മണിമാളികയിൽ കിടന്നാലും കിട്ടൂല. നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ച് വന്നവരല്ലേ. പിന്നെ ഇതാ ഒരുപാട് കേശുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവിടെ ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിക്കായിരുന്നു. ചെന്ന് കയറിയപ്പോഴേ ഭയങ്കര ഒരു തണുപ്പ് പോലെയായിരുന്നു. സാധാരണ നമ്മളെ പഴയ വീട് പോലെ ഇറയവും വരാന്തയും അടുക്കളയൊക്കെ ഒരു കുഞ്ഞൻ അടുക്കളയാണ് അവിടെ. അടുപ്പൊക്കെ ഉള്ള അടുക്കളയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈശ്വര എന്തെങ്കിലും ഒരു വീട് കൊടുക്കണമെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. വീടെന്ന് വെച്ചാൽ ഈ വീടിനെ ഇടിച്ച് കളഞ്ഞ് പുതിയത് വെക്കാനൊന്നുമല്ല, ഈ വീട് അതുപോലെ തന്നെ നിർത്തിയിരിക്കണമെന്നാണ് ഒരാഗ്രഹം. ഇതിൻ്റെ ഓണർ കേൾക്കണുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ വീടും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ എൻ്റെ കല്യാണ ഫോട്ടോയിലും ആ വീഡിയോസിലും മാത്രമേ എനിക്ക് അതൊക്കെ കാണാനായിട്ട് പറ്റണുള്ളൂ. ഭയങ്കരമായിട്ടൊരു മിസ്സിങ് തോന്നും. ഒരുപാട് ഇപ്പോഴത്തെ ജീവിതം അങ്ങനെയല്ല പറയണത്. ഇപ്പോഴത്തെ ജീവിതം അതൊരു നമ്മുടെ ഒരു 2ാം ഘട്ടമല്ലേ. പക്ഷേ ഒരുപാട് ഇപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലായിരുന്നാലും, ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുമ്പോഴായിരുന്നാലും എൻ്റെ വീടെന്ന് പറഞ്ഞ് കാണുന്നത് ഇപ്പോഴും ആ ഒരു പഴയ വീട് തന്നെയാണ്. അമ്മ വിളിച്ചിട്ട് ഈ വീടാണ് അവർ എടുക്കാൻ പോണതെന്ന് കേട്ടപ്പോൾ തൊട്ട് എനിക്കായിരുന്നു സന്തോഷവും ആവേശവും എല്ലാം. ചെന്ന് കണ്ടപ്പോഴേക്ക് കുറച്ചൊക്കെ സൗകര്യങ്ങൾ കുറവാണ്, പഴയ വീടല്ലേ. അങ്ങനെ അപ്പോഴേക്കും ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളെ മനസ്സ് മാറല്ലേ, ഈ വീട് തന്നെ മതി, നിങ്ങൾക്ക് 2 ആൾക്കും താമസിക്കാനല്ലേ, അപ്പോൾ പ്രശ്നമില്ല, അതിൻ്റെ സൗകര്യക്കുറവൊന്നും നോക്കണ്ടമ്മ, ഇത് തന്നെ എടുത്താൽ മതി എന്ന് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ ഈ വീട് തന്നെ എടുക്കും. അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊരു വീട് എന്ന് പറയുമ്പോഴേക്ക് എനിക്കറിയില്ല, എൻ്റെ മനസ്സ് ഞാൻ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. അത്ര ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു ഓടിട്ട വീടിനെല്ലാം. കേശുവിനാണെങ്കിൽ എന്നെക്കാളും സന്തോഷം. മോൻ ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനത്തെ വീടുകൾ അവൻ കണ്ടിട്ടേ ഇല്ല. ഇത്രയും പറമ്പും കാര്യങ്ങളും ഒന്നും ഉള്ള വീടെല്ലാം അവൻ താമസിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇളയ നാത്തൂൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് സ്ഥലം കുറവല്ലേ, മുറ്റം കുറവാണല്ലോ. പിന്നെ അവൻ ഓടിക്കളിക്കണമെങ്കിൽ റോഡിലിറങ്ങിയിട്ട് വേണം കളിക്കാനായിട്ട്. അപ്പോൾ ആ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവിടെ കിടന്ന് ഓടണം, ഇവിടെ കിടന്ന് ഓടണം. പിന്നെ ആ ലെവലിലേക്ക് നിറച്ച് കാച്ചു നിൽപ്പുണ്ട്. പക്ഷെ അത് വിളഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴാണ് ആവേശം കൂടുതൽ. പിന്നെ ഒരു വാഴ നിപ്പുണ്ട്, ഒരു തെങ്ങുണ്ട്, 2 മൂട് പുളി ഉണ്ടായിരുന്നു. പുളി നിറച്ച് കാച്ചു കിടക്കുകയായിരുന്നു. ഇതാ കണ്ടില്ലേ, ഈ പുളിയും കുരുവൊക്കെ വറുത്ത് കഴിച്ച കാലമൊക്കെ മറന്നുപോയി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പണ്ട് സ്കൂളിൽ പോകുമ്പോഴേക്ക് പുളിയരിയൊക്കെ കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ, എന്നും കഴിക്കുമായിരുന്നു. പിന്നെ പുളിയരി കുതിർത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ് ഇടയ്ക്ക് ഒരിക്കൽ അമ്മ ഇങ്ങനെ കുറച്ച് പുളിയരി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നായിട്ട് എടുക്കാം, അതേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അവിടുത്തെ അടുക്കള. ഒരു അരകല്ല് കിടപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, പഴയ അടുപ്പും കാര്യങ്ങളും. അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഒത്തിരി കുറവാണ്, എന്നാലും പ്രശ്നമില്ല. ഒരു സമാധാനമുള്ള ഒരു ഐശ്വര്യമുള്ള ഒരു വീടാണല്ലോ.
ആ മുറ്റത്തുള്ള ഒരു കിണറാണ്. ഇപ്പം നോക്കുമ്പോൾ നല്ല ആഴമുണ്ട്, പക്ഷേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ട് ഒരുപാട് ഇങ്ങനെ നിർത്താണ്ട് പെയ്തൊരു മഴയില്ലായിരുന്നു ഈ ഇടയ്ക്ക് സമയത്തൊക്കെ. അപ്പോഴൊക്കെ ഈ കിണർ നിറഞ്ഞ് കളഞ്ഞെന്നാണ് പറയണത്. അപ്പോൾ ഇതാകുമ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ ഞങ്ങൾക്ക് കാണാം അതാണ് ആ വീടെന്നുള്ളത്. പിന്നെ ഇത്രയും സ്ഥലവും കാര്യങ്ങളും എന്തോ എനിക്ക് പറഞ്ഞിട്ടും മനസ്സിലാവണില്ല, അത്ര ഇഷ്ടമായിരുന്നു. നമുക്കിപ്പോൾ വാടകയ്ക്കാണെങ്കിലും ഇതുപോലൊരു ഓടിട്ട വീട് കിട്ടിയല്ലോ എന്നൊരു സന്തോഷം അത്ര തന്നെ. ബാക്കി ഇപ്പം നമ്മളെവിടെ പോയാലും ഇപ്പം ഇങ്ങനത്തെ വീടുകൾ കാണാനേ ഇല്ല. നമ്മുടെ ഏരിയയിലെ കാര്യം കൊണ്ട് പറയുന്നത് ഈ കേരളത്തിലെ ഇങ്ങനത്തെ വീട് ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ചേട്ടന് ഷോപ്പിൽ പോകാനായിട്ട് സമയമായതുകൊണ്ട് ഞങ്ങളെ രണ്ടാളെ അവിടെ ആക്കിയിട്ട് ആൾ പോയി. ഇനി ഞങ്ങൾക്കിനി ഇവിടെ നിന്ന് നടന്ന് കയറാനുള്ള ദൂരം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ കേശുവിന് സ്ഥലം പിടികിട്ടിയില്ല നമ്മൾ വണ്ടിയിൽ വന്നതുകൊണ്ട്. അപ്പോൾ മോൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ പോയില്ലേ അമ്മ, ഇനി നമ്മളെങ്ങനെ പോകും, നടന്ന് പോവോ ഓട്ടോയിൽ പോവോ എന്നൊക്കെ. പിന്നെ ഇതാ അവിടെ നിന്ന് വീടിന്ന് റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്, അയ്യോ ഇത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണല്ലോ എന്ന്. പിന്നെ അവിടെ എന്തോ അമൃതം കായ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു കൂവള നിപ്പുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ശിവരാത്രിയിൽ എന്നൊക്കെ ഒരു കൂവളമാല എങ്ങനെ ഒന്ന് കെട്ടി അമ്മക്ക് ഭഗവാന് കൊടുക്കാമെന്ന് വെച്ചാൽ കൂവള ഇവിടെ എങ്ങും ഇല്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന വീട്ടിൽ കൂവളം ഉണ്ട്, പക്ഷെ അത് എടുക്കാനോ ഒരു രക്ഷയുമില്ല. ഇവിടെ നോക്കിയപ്പോഴേക്കും ഒരു വലിയൊരു കൂവളവും ഉണ്ട്, നന്നായിട്ട് ഒടിച്ചെടുക്കാൻ പാകത്തിനാണ് ആ കൂവളം നിൽക്കുന്നതും. അങ്ങനെ ഇനി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറണേ അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവരിനി എത്രയും പെട്ടെന്ന് ഈ വീട്ടിലോട്ട് താമസം മാറും. മീനെല്ലാം വാങ്ങി നേരെ വീട്ടിൽ കൊണ്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളിതാ ഇങ്ങോട്ട് വീട് കാണാനായിട്ട് വന്നത്. ഇനി നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് മീനൊക്കെ കട്ട് ചെയ്ത്, മീനൊക്കെ അമ്മ അവിടെ, ഞാൻ കട്ട് ചെയ്യുമെന്നല്ല, മീനൊക്കെ അമ്മ ഇപ്പം അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ജോലികളൊക്കെ എല്ലാം തീർന്ന് ഇനി മീൻ കൂടെ റെഡിയാക്കണമെന്ന് പറഞ്ഞാലും അതും അമ്മ തന്നെയാണ്. അപ്പോൾ അതിനുള്ള കൈസഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് നേരെ ഇനി ഷോപ്പിലോട്ട് പോകണം. അപ്പോൾ ഈ മത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ എങ്ങനെ വെച്ച് കൊടുത്താലും കഴിക്കും. ഞണ്ടൊക്കെ കഴിക്കും, ഞണ്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നത്, ഞണ്ടൊക്കെ നീ ഞായറാഴ്ച ദിവസങ്ങളിലല്ലേ വാങ്ങേണ്ടത്, ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് കഴിയണം ഞണ്ടൊക്കെ കഴിക്കാനായിട്ട്, അല്ലാണ്ട് ഓടിപ്പിടിച്ച് ഞണ്ടെന്ന് കഴിക്കാനായിട്ടൊന്നും പറ്റൂല എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇനി ആ ഒരു പോർഷനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയേക്ക് ഇടണം. വേറെ ഒന്നിനുമല്ല, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഇപ്പോൾ സമയം ഏകദേശം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇനി അടിച്ചുരച്ച് കഴുകിയിട്ട് വേണം. ഇപ്പോൾ രണ്ടാളും അവിടെ നിന്ന്, അച്ഛനും മോനും അവിടെ നിന്ന് കുളിച്ചതിൻ്റെ കുറച്ച് സോപ്പ് പതയും കാര്യങ്ങളൊക്കെ അവിടെ ഉണങ്ങിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് നല്ലതുപോലെ കഴുകിയൊക്കെ ഇട്ടിട്ട് വേണം ചോറ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു വാഴയില എടുക്കാനായിട്ട് പോയതാണ്. ഒരു ചെറിയ വാഴയില മതി. വാഴയിലയിലല്ല, വട്ടത്താമര ഇലയിലായാലൊക്കെ വെച്ച് കൊടുക്കുന്നേരം നമ്മൾ വെച്ച് കൊടുക്കണം എന്നൊരു സങ്കല്പം ആയതുകൊണ്ട് കുറച്ച് ബഹുമാനത്തോടുകൂടും ഭക്തിയോടുകൂടെ നമ്മൾ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ടാണ് ആ വാഴയിലേക്ക് എടുക്കാനായിട്ട് പോയത്. അമ്മ കുറേ മീനുകൾ നിരത്തി അവിടെ ഇരിപ്പുണ്ട്. ഇനി കുറേ സമയം എടുക്കും അമ്മ ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട്. വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഈ ഒരു ദിവസം രാവിലെ തൊട്ട് കാക്ക വിളിക്കണത് കേട്ടാൽ എന്തോ മനസ്സിൽ തോന്നും അത് ചോറിന് വേണ്ടിയാണ് വിളിക്കണതെന്ന്. എല്ലാ ദിവസവും ഇതുപോലെ കാക്കകൾ രാവിലെ തൊട്ട് വിളിക്കാറുണ്ട്, വന്നിരിക്കാറുണ്ട്. എന്നാലും നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്ന ദിവസം നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുമല്ലോ, അയ്യോ ചോറിന് വേണ്ടി ആയിരിക്കുമല്ലേ അവർ വിളിക്കണതെന്ന്. അങ്ങനെ അമ്മ ചോറ് വാർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാത്രങ്ങളെല്ലാം പറക്കി അതാത് സ്ഥാനത്ത് വെച്ചതിന് ശേഷം വേണം ചോറ് അവിടെ നിന്ന് എടുക്കാനായിട്ട്. ഇനി അതിനെ എടുത്ത് ഒന്ന് നമ്മൾ ചോറ് വാർത്ത് വെച്ചതിന് ശേഷം വീണ്ടും അതിനെ എടുത്ത് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കണം എന്ന് പറയും. ഒന്നും കൂടെ ഒന്ന് തീ കത്തിച്ച് ഒന്ന് നമ്മൾ ഇളക്കിയെടുക്കും. കാരണം അടിയിലെങ്ങാനും കുറച്ച് വെള്ളം നിന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വീണ്ടും ചളിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടെ നമ്മളിങ്ങനെ ചോറ് പൊരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂട് കയറ്റിയെടുക്കും. അപ്പോൾ ഇനി അങ്ങനെ എടുത്തിട്ട് വേണം കാക്കയ്ക്ക് കൊടുക്കാനായിട്ട്. അപ്പം നമ്മളെപ്പോഴും ചോറ് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ആദ്യത്തെ ചോറാണ് വെച്ച് കൊടുക്കണത്.
പിന്നെ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്ററിന് എന്തോ ഒരു കംപ്ലൈൻറ്റ്, അത് കത്തണില്ല. ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൈറ്റർ വെച്ചിട്ടാണ് ഗ്യാസൊക്കെ കത്തിക്കണത്. അപ്പോൾ ആ ലൈറ്റർ ഇപ്പോൾ കുറേ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി കേശു ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാലേ, ഞാനിങ്ങനെ സെറ്റിൽ ഇരിക്കുകയായിരുന്നു. ആ ഒരു ലൈറ്റർ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയോ അവൻ്റെ കയ്യിൽ കിട്ടി. അതിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ മുടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കണം. എന്ത് സൗണ്ട് ആയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അത് ഇങ്ങനെ കത്തിക്കാനായിട്ട് അധികമൊന്നും അറിയില്ല, എങ്ങാനും കത്തിയെങ്കിലുള്ള ഒരു അവസ്ഥ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് 2 അടിയും കിട്ടിയിട്ടാണ് ആളവിടെ ഇരുന്നത്. അപ്പോൾ അനന്തുവിൻ്റെ അടുത്ത് എന്തോ കാര്യത്തിന് പിണങ്ങിയിട്ട് എൻ്റെ അടുത്ത് അവിടെ വന്ന് പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കാക്കയ്ക്കൊക്കെ ഉള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഒന്ന് വെച്ച് കൊടുക്കണം. ചില ദിവസങ്ങളിൽ വെച്ച് കൊടുത്ത ഉടനെ തന്നെ കാക്ക വന്ന് കഴിക്കും. ചില ദിവസങ്ങളിൽ കുറേ സമയം എടുക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കായിരിക്കും അത് ഫുള്ള് കൊത്തി വലിച്ച് അതിൽ മുഴുവൻ ചോറും കഴിച്ചും കൊണ്ടൊക്കെ അങ്ങ് പൊയ്ക്കോളും. അപ്പോഴേക്ക് അമ്മ മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ടും അതുപോലെ റെഡി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ചെമ്പല്ലി നാളത്തേക്ക് എന്നായിട്ട് അങ്ങെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ രമ്യ ചേച്ചി വരും, നന്ദു അനന്തും ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ മീനുകളൊക്കെ അതിനനുസരിച്ച് വേണം വെക്കാനായിട്ട്. പിന്നെ അമ്മയ്ക്കാണെങ്കിലും മീൻ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ കഴുകാനും ഒക്കെ ഒരുപാട് സമയം വേണം. അമ്മ അധിക സമയം എടുത്താണ് മീനൊക്കെ ഒരുപാട് വെള്ളത്തിൽ കഴുകും. ചില സമയം എനിക്ക് തന്നെ ദേഷ്യം വരും, അമ്മ മതി കഴുകിയതെന്ന് പറയും. അങ്ങനെ വെള്ളത്തിൽ കഴുകിയിട്ടാണ് അമ്മ അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 3 ആളും കൂടെ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനന്ത് വരുമ്പോഴേക്കും കുറേ സംഭവങ്ങൾ കേശുവിന് കാണിച്ചു കൊടുത്തിട്ട് പോകും. അനന്ത് പോയി കഴിയുമ്പോഴേക്കും അവൻ എൻ്റെ ഉയിരെടുക്കും. ചില പാട്ടുകളൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവൂല പറയണത്. പിന്നെ അനന്തുവിനെ വിളിച്ച് ചോദിച്ചിട്ട് ഏത് പാട്ടാണെന്ന് വീണ്ടും അവൻ ഇട്ട് കൊടുക്കണമല്ലോ. ആ പാട്ടുകളൊക്കെ പിന്നെ ഞാൻ ചോദിച്ചിട്ടൊക്കെയാണ് പിന്നെ ഇട്ട് കൊടുക്കണത്. അതുപോലെ ഏതൊക്കെയോ പാട്ടുകൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് 3 ആളും കൂടെ. അപ്പോൾ കാക്ക അവിടെയൊക്കെ വന്ന് നോക്കണമുണ്ട്. അതിൻ്റെ മുകളിൽ കിടക്കുന്ന തോർത്താണ് അവിടെ വീണ് കിടന്നത്. ഇപ്പുറ സൈഡ് പൂച്ചയും ഉണ്ട്. 2 ആളും കൂടെ മത്സരമാണ്. പിന്നെ ആ ചോറ് നോക്കാനായിട്ട് പൂച്ച പോണതാണ്. ഞാൻ എന്തായാലും ഓടിച്ചെന്ന് കളഞ്ഞില്ല പൂച്ചേനെ. ആഹാരമല്ലേ, കാക്കയോ പൂച്ചയോ ആരായാലും കഴിച്ചാൽ മതി. അപ്പോൾ അമ്മ നല്ല തിരുവനന്തപുരം മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ആ ചട്ടിക്കകത്ത് തന്നെ കണ്ടില്ലേ പല വർണ്ണങ്ങൾ കാണാം. തക്കാളിയും പുളിഞ്ചിക്കയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടെ ആയിട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇനി തക്കാളിയും പുളിഞ്ചിക്കയും ഇടണമെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടും ഇടും. നമുക്ക് ഒരുപാട് അങ്ങനെ പുളി കൂടിയിട്ടൊന്നുമില്ല. ഒരുപാട് പുളി ആയാലും ഇവിടെ ചേട്ടന് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഒരല്പം തേങ്ങ അരച്ചിട്ടാണ് മത്തിയും വെക്കണത്. ഞണ്ടും അങ്ങനെ തന്നെ. ഞണ്ട് നമുക്ക് വേണമെങ്കിൽ പുരട്ടി എടുക്കാം, പക്ഷേ ആൾ കൂടുതലുള്ളപ്പോഴേക്ക് പുരട്ടി എടുത്താൽ തികയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചൊക്കെ വെക്കാനായിട്ട് അമ്മമാരെ കൊണ്ടേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് വിളമ്പണതും. എനിക്കാണെങ്കിൽ എപ്പോഴും വിളമ്പാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വിളമ്പിക്കോരി എടുക്കണതൊക്കെ ഒരു കഴിവല്ലേ. അപ്പം ഞാൻ എപ്പോഴും അമ്മയടുത്താണ് പറയണത്. ചിലപ്പോൾ അമ്മ പറയും നീ പോയി വിളമ്പി കഴിക്കുക, എന്നാലും എന്തോ അതൊരു മടിയാണ്. ഒന്ന് അമ്മയൊക്കെ വിളമ്പി തരുമ്പം അത് കഴിക്കാനായിട്ട് നല്ലൊരു ഇഷ്ടമാണ്. ഇനി മീനിനായിട്ടൊക്കെ ഉള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ. അങ്ങനെ അമ്മ തേങ്ങയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഉള്ളി, എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് രണ്ടിനും അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടും അരപ്പൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വേവിക്കണം. കടുകൊക്കെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ആ ഒരു ജോലിയൊന്നുമില്ല. ഇതിപ്പോൾ മത്തിക്കറിക്കുള്ള അരപ്പാണ് തയ്യാറാക്കിയത്. ഇനി അതിലൊന്ന് കലക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അതിനെല്ലാം ആക്കിയിട്ട് അതിനെ ഒന്നങ്ങ് അടുപ്പത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എന്നെ ഞണ്ടിൻ്റെ പിറകെ പോവാനായിട്ട്. പിന്നെ അമ്മയെ പുകഴ്ത്തി കുറേ കമൻറ്റുകളൊക്കെ വരണതൊക്കെ ഞാനിങ്ങനെ അമ്മയെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നാത്തൂമാരൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയും. അത് കേട്ടിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് ഹെഡ് വെയിറ്റ് ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അമ്മയ്ക്കത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് ഓരോ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുമ്പോഴേ. ഞണ്ട് കറിക്കുള്ള അരപ്പും ഇവിടെ റെഡിയായി. ഇനി അതും കൂടെ ഒന്ന് കലക്കി അടുപ്പത്ത് വെച്ചാൽ ഉച്ചയൂണിനുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞ്. അപ്പോൾ ഞണ്ടുമായി മത്തിക്കറിയൊക്കെ റെഡിയായി. ഇനി ഉച്ചയായപ്പോഴേക്കും പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്.
ആഹാരം കഴിക്കാനായിട്ട്. പുള്ളിക്കാരൻ കഴിക്കണ എന്താണെന്ന് കണ്ടില്ലേ? ഗോതമ്പ് പുട്ടും പഴം പുഴുങ്ങിയതും മത്തിക്കറിയും പിന്നെ ഒരു തോരനുണ്ടല്ലോ, നമ്മുടെ കോവയ്ക്ക തോരനും. ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിക്കണം. ചോറ് വേണ്ട, മരിച്ചിനി വേണ്ട, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞണ്ടും വേണ്ടെന്ന്. ഇത് വെച്ചിട്ടാണ് കഴിക്കണത്. ഞാൻ കഴിച്ചായിരുന്നു. അമ്മയും നന്ദുവും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര പാടാണ്. ഇതെങ്ങനെയാണ് ഗോതമ്പ് പുട്ട് ഉച്ച നേരത്തെ കഴിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ഒരു നേരമെങ്കിലും എനിക്ക് ചോറ് കഴിക്കാണ്ട് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഉച്ചയ്ക്കെങ്ങാനും ചോറ് കിട്ടിയില്ലെങ്കിൽ രാത്രിയെങ്കിലും ഒരല്പം ചോറ് കഴിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ചേട്ടനാണെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. 3 നേരവും എന്തെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ കൊടുത്താൽ പുള്ളിക്ക് അതാണ് സന്തോഷം. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോവേ വേറെ എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്തായിരുന്നാലും ഉച്ചയ്ക്ക് കയറുമ്പോഴേക്ക് ഞാനും രമ്യ ചേച്ചിയും പറയും ഞങ്ങൾക്ക് ചോറ് മതിയെന്ന്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ചോറ് വേണം ഉച്ചയ്ക്ക്. ഇനിതാ വൈകുന്നേരം ആയപ്പോഴേക്ക് കൈതോന്നിയൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ 2-3 ദിവസമായി കാച്ച എണ്ണ തീർന്നിട്ട്. അപ്പോൾ കാച്ച എണ്ണ തേച്ചില്ലെങ്കിൽ പച്ചയെണ്ണ തേക്കാനായിട്ട് എന്തോ പോലെയാണ്. അപ്പോൾ പണ്ട് മുതലേ അമ്മ ഇങ്ങനെ എണ്ണ കാച്ചിയാണ് തേപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പച്ച എണ്ണ പറ്റൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മുമ്പൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എണ്ണ തേച്ചാണ് കുളിക്കുന്നത്. ഇപ്പം ഞാനത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര മടിയാണ് എണ്ണ തേക്കാനായിട്ട്. അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ തേക്കണ ദിവസങ്ങളിൽ പച്ച എണ്ണ തേക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും കേശുവും കൂടെ കൈതോന്നിയും എടുക്കണുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില എടുക്കണുണ്ട്, പിന്നെ ഇതുണ്ടല്ലോ മൈലാഞ്ചി എടുക്കണുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ ആ പരിസരത്ത് ഫുള്ള് കൈതോന്നി ഇഷ്ടം പോലെ നിൽക്കുകയാണ്. പിന്നെ ഒരു പൂവാങ്കുരുന്ന് എടുക്കണുണ്ട്. പൂവാങ്കുരുന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇന്ന് എണ്ണ കാച്ചാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ കറ്റാർവാഴ എടുക്കും, ഞവരയില എടുക്കും. അതൊക്കെ അതെല്ലാം പോയി എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ അങ്ങ് ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. കൈതോന്നിയായിരുന്നാലും പൂവാങ്കുരുന്നിലായിരുന്നാലും കറിവേപ്പിലയായിരുന്നാലും മൈലാഞ്ചി ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും ഇപ്പം ഈ ഏരിയയിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു മൈലാഞ്ചി. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും കൈതോന്നി മാത്രമായിരുന്നാലും മതി, അതിട്ട് എണ്ണ കാച്ചി തേച്ചാലും മതി. പിന്നെ വീട്ടിലെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വർഷമുണ്ട് അമ്മ ഇങ്ങനെ നെല്ലിക്കയും കൂടെയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ എണ്ണയാണ് തേക്കണത്. നമ്മുടെ ഈ കാട്ടുനെല്ലിക്ക എന്ന് പറയുന്ന നെല്ലിക്കയില്ലേ, അപ്പോൾ അത് തലയ്ക്ക് നല്ല തണുപ്പുമാണ്. അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും തലവേദനയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അമ്മ ആ നെല്ലിക്ക ഇട്ട് എണ്ണ കാച്ചിയൊക്കെ തേക്കാനായിട്ട് തുടങ്ങിയത്. ഇതുപോലെ കുറേ കൂട്ടുണ്ട് അമ്മയ്ക്ക്. നമ്മൾക്കൊന്നും ഇങ്ങനെ പനങ്കുല പോലെ മുടിയൊന്നും ഉണ്ടെന്നല്ല പറയണത്. പക്ഷെ ഉള്ള മുടി കൊഴിയാണ്ടിരിക്കാനും പിന്നെ ഈ തലയ്ക്കൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെ എണ്ണ കാച്ചി തേക്കുമ്പോഴേക്കും. പക്ഷേ അങ്ങനെ നെല്ലിക്ക കൊണ്ട് എണ്ണ കാച്ചി തേച്ചാൽ മുടി അധികം നരയ്ക്കില്ല പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. അമ്മയുടെ മുടി ഇപ്പോഴും അങ്ങനെ നരച്ചിട്ടൊന്നുമില്ല അധികം. എൻ്റെ അമ്മയുടെ കാര്യമാണ്. അമ്മയുടെ മുടി ഇതുവരെ അങ്ങനെ നരച്ചിട്ടൊന്നുമില്ല. അച്ഛൻ പിന്നെ ഫുൾ ഡൈ ആണ്. അച്ഛൻ്റെ മുടി മൊത്തം നരച്ച്. അതുപോലെ തന്നെയാണ് ഇവിടെ ചേട്ടൻ്റെ മുടിയും. ആൾക്ക് ഒരു 28 വയസ്സായപ്പോഴത്തൊട്ടേ മുടിയൊക്കെ 28 അല്ല ചേട്ടൻ പറയണത് 28 വയസ്സ് തൊട്ടേ പുള്ളിക്കാരനെ എനിക്കറിയാവൂ. ഞങ്ങളെ കല്യാണം കഴിയുന്ന സമയത്ത് പുള്ളിക്കാരന് 28 വയസ്സായിരുന്നു. ആൾക്കൊരു 10-22 വയസ്സ് തൊട്ടേ മുടിയൊക്കെ നരച്ചിട്ടുണ്ടെന്ന് അമ്മ പറയണത് കേൾക്കാം. അമ്മയ്ക്കും അങ്ങനെ തന്നെ. അമ്മയും അമ്മയുടെ കല്യാണ സമയത്ത്, ചേട്ടൻ്റെ അമ്മയുടെ കാര്യമാണ്, അമ്മയുടെ കല്യാണ സമയത്തിന് മുന്നേ തന്നെ അമ്മയുടെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നെന്ന്. ആ ഒരു പാരമ്പര്യമാണ് ഇവിടെ ചേട്ടനും. ഒരാഴ്ച എപ്പോഴും ഡൈ ഒക്കെ ചെയ്താണ്. ഡൈ ചെയ്യാനും ആൾക്ക് മടിയാണ്. ഞാൻ പിന്നെ പറഞ്ഞൊക്കെയാണ് ഡൈ ചെയ്യിക്കണത്. അപ്പോൾ അത് അവരുടെ പാരമ്പര്യമാണെന്ന് തോന്നുന്നു. കാരണം അമ്മയ്ക്കും പണ്ട് തൊട്ടേ മുടി നരച്ചിട്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും കേശുവും കൂടെ പോയി കുറച്ച് സംഭവങ്ങളൊക്കെ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനി അതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കഴുകി വൃത്തിയാക്കി കുറച്ച് സമയം അതിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നൊക്കെ പോയി. അരകല്ലുണ്ടെങ്കിൽ അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അരകല്ലൊക്കെ അവിടെ പിടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പം മടി അരയ്ക്കാനായിട്ട്. അങ്ങനെ മിക്സിയുടെ ജാറിലാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് അരച്ചെടുക്കാം. പിന്നെ നല്ല ഭംഗിയായിട്ട് അതിനെ കഴുകി ഇങ്ങ് വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് വെള്ളം തൊടാതെ വേണം അരയ്ക്കണത്. അങ്ങനെ വെള്ളം തൊടാണ്ട് നല്ലതുപോലെ അരച്ചെടുക്കണമുണ്ട്. പിന്നെ വെള്ളം തൊടാണ്ട് അരയ്ക്കണത് കൊണ്ട് കുറച്ച് അധിക സമയം എടുക്കും മൊത്തത്തിലൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെ ഇങ്ങനെ വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല, ഒരുവിധം അരഞ്ഞൊന്ന് കിട്ടിയാൽ മതി. ഇനി ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുകയാണ്.
അല്ലാണ്ട് ഇപ്പോൾ ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല. അതിനുശേഷം അരച്ച സംഭവങ്ങളെല്ലാം അതിലിട്ട് കൊടുക്കും. അതിനുശേഷം ഇതിൽ കൂടെ തന്നെ എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചുന്നത്. എണ്ണ തിളച്ചതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് ഭയങ്കര ഒരു പൊട്ടിത്തെറിയാണ്, മുഖത്തൂടെയൊക്കെ തെറിക്കും പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ എണ്ണ കാച്ചുന്നത്. പിന്നെ ഇതിൽ അല്ലെങ്കിൽ അഞ്ജനക്കല്ലും പച്ചക്കർപ്പൂരവും ഒക്കെ ഇട്ട് കൊടുക്കും. ഇപ്പം എൻ്റെ കയ്യിൽ അഞ്ജനക്കല്ലും പച്ചക്കർപ്പൂരവും ഒക്കെ തീർന്നു പോയി, അതുകൊണ്ട് മാത്രം അതൊന്നും ഇട്ടില്ല. അഞ്ജനക്കല്ല് ഇടുമ്പോഴേക്കും മുടിക്ക് നല്ല കറുപ്പും കിട്ടും. പച്ചക്കർപ്പൂരം ഇടുമ്പോഴേക്ക് താരനും നമ്മൾ ഈ ചൊറിച്ചിലൊക്കെ ഇല്ലേ തലയിൽ, അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. അത് നമ്മൾ എണ്ണ കാച്ചി എടുത്തതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു വയ്ക്കുന്ന കുപ്പിയിൽ ഒരല്പം പൊടിച്ചിട്ടാൽ മാത്രം മതി. ഇനി ഇങ്ങനെ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം എണ്ണ കാച്ചാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തോടെ ഒന്ന് കരിഞ്ഞു പോകുമല്ലോ, പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ നല്ല കുറച്ച് വെച്ചിരിക്കുകയാണ്. അമ്മ ഇതും അപ്പുറത്ത് നിന്ന് ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. വൈകുന്നേരം ആയില്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അവിടെ ചായ ഇടൽ പരിപാടിയാണ് അമ്മ അവിടെ നടക്കുന്നത്, ഞാനിവിടെ എണ്ണ കാച്ചൽ പരിപാടിയിലുമാണ്. അപ്പോൾ ഇനി ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നാളത്തേക്കാണ്. കേശുവിനായിരുന്നാലും ഞാനിങ്ങനെ കാച്ചിയ എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. പിന്നെ കേശുവിന് കാച്ചിയ എണ്ണ മാത്രമേ തേക്കുള്ളൂ എന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ വളർത്തുന്നത്. പച്ച എണ്ണയും തേച്ച് കൊടുക്കാറുണ്ട്, കാച്ചിയ എണ്ണയും തേച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ മാറ്റി മാറ്റി ഇപ്പോൾ ചൂട് വെള്ളത്തിലേ കുളിപ്പിക്കുകയുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മൾ എങ്ങനെയൊക്കെ ആ ഒരു പുതുമയിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെ കാച്ചിയ എണ്ണ ഇല്ലാണ്ട് പറ്റാതാവും. ഒന്നാമത് അവൻ ഒരു ആൺകുട്ടിയും അല്ലേ, അപ്പോൾ പിന്നെ ചിലപ്പോൾ ഇനി അങ്ങോട്ട് എണ്ണ തേക്കാതെയൊക്കെ വരും. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടണമല്ലോ. പിന്നെ ഇനി തിളയൊക്കെ നിന്നതാ ഇങ്ങനെ വരുമ്പോഴേക്ക് വേണം അതിൻ്റെ ആ ഒരു പരുവമില്ലെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ എണ്ണയും കാച്ചി വെച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.